ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് MIയുടെ ഫോണിൻ്റെ അൺബോക്സിംഗ് ആണ്. ഇതാണ് ഫോണ്. ഇതിൻ്റെ പേര് റെഡ്മി നോട്ട് 3 എന്നാണ്. കുറേ നാളുകളായി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ട്, എന്നാൽ ഇതിൻ്റെ അവൈലബിലിറ്റി വലിയൊരു പ്രോബ്ലം ആയിരുന്നു. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇതിൽ ലഭിക്കത്തില്ല. ഞാൻ ഈ ഫോൺ വാങ്ങിയത് കഴിഞ്ഞ ദിവസം MIയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ ഒരു ഫ്ലാഷ് സെയിൽ വന്നിരുന്നു. ആ ഫ്ലാഷ് സെയിലിൽ നിന്നാണ് ഞാൻ ഈ ഫോൺ വാങ്ങിയത്. ഇത് ഓൾറെഡി ഞാൻ ഓപ്പൺ ചെയ്തു, കാരണം ഞാൻ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് ഈ ഫോൺ ലഭിക്കത്തില്ല. ഞാൻ ഡൽഹിയിലാണ് വാങ്ങിയത്. ഞാൻ അവിടെ വെച്ച് ഇതൊന്ന് ഓപ്പൺ ചെയ്തു. എന്നാൽ വീണ്ടും ഞാൻ നിങ്ങളെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഒന്ന് ഓപ്പണാക്കി കാണിച്ചു തരാം. ഇതാണ് റെഡ്മി നോട്ട് 3. ഇവിടെ നമുക്ക് നോക്കാം ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന്. ഇത് CPU ഇതിൻ്റെ Qualcomm Snapdragon 650 ഹെക്സാ-കോർ 1.8 GHz പ്രോസസ്സറാണ്. ഡിസ്പ്ലേ 5.5 ഇഞ്ചാണ്. ഫുൾ HD ഡിസ്പ്ലേ ആണ് ഇതിൽ ലഭിക്കുന്നത്. അതുപോലെ ക്യാമറ, ഫ്രണ്ട് ക്യാമറ 5 മെഗാപിക്സലിൻ്റെ ആണ്. അതേപോലെ ബാക്ക് ക്യാമറ 16 മെഗാപിക്സലിൻ്റെ ബാക്ക് ക്യാമറയാണ്. 4000 mAh ബാറ്ററി ഉണ്ട്. MI UI 7 ആണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. അതേപോലെ ആൻഡ്രോയിഡ് ലോലിപോപ്പ് ആണ്. ഉടൻ തന്നെ ഇതിൽ മാർഷ്മെലോയിലേക്കുള്ള അപ്ഡേറ്റും ലഭിക്കുന്നതാണ്. ഇനി നോക്കാം, ബോക്സിലുള്ള റെഡ്മി നോട്ട് 3 ഉണ്ട്. അതേപോലെ അഡാപ്റ്റർ, USB 2 കേബിൾ ഉണ്ട്, യൂസർ ഗൈഡ് ഉണ്ട്, വാറണ്ടി കാർഡ് ഉണ്ട്, പ്രൊഡക്റ്റ് നെയിം, അങ്ങനെയുള്ള കാര്യങ്ങൾ ബോക്സിനുള്ളിലുണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. നോക്കുക, ഇവിടെ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ നോക്കുക, ഇതിൻ്റെ സാർ വാല്യൂ എത്രയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ സാർ വാല്യൂവിനെ കുറിച്ചൊരു വീഡിയോ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു. കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കണ്ടു നോക്കുക. ഇതിൻ്റെ സാർ വാല്യൂ 1.256 വാട്ട്/kg ആണ്. നോർമലാണ്, ഒരുപാട് കുറവാണ്. 1.6 ആണ് നോർമൽ. ഇത് 1.25 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാരണം എല്ലാവർക്കും ഒരു ഡൗട്ടുള്ള കാര്യമാണ്, MIയുടെ ഫോണിൻ്റെ സാർ വാല്യൂ കൂടുതലാണെന്നൊക്കെയുള്ള ഒരു ചെറിയ ഡൗട്ട് എല്ലാവർക്കും ഉണ്ട്. ഇവിടെ നോക്കുക, 1.256 വാട്ട്/kg ആണ് ഇതിൻ്റെ സാർ വാല്യൂ. നമുക്കിനി എന്തായാലും ഈ ഫോണൊന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ നിന്ന് ഫോണൊന്ന് മാറ്റി വെക്കുകയാണ്. അതിനുശേഷം ഇതിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് നോക്കാം. ഇതിൻ്റെ ഒരു യൂസർ ഗൈഡും മറ്റുമാണ്. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ഇവിടെ ഇംഗ്ലീഷിലാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കണമെങ്കിൽ ഇവിടെ ഒന്ന് വായിച്ച് നോക്കാൻ സാധിക്കും. അതേപോലെ ഒരു ചാർജർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നോർമൽ ചാർജറാണ്. അതേപോലെ ഒരു ഡേറ്റ കേബിളിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. USB കേബിളാണ്, 2.0യുടെയാണ്. അതേപോലെ നോക്കുക, നമുക്ക് സിം ഓപ്പൺ ചെയ്തെടുക്കാനുള്ള ഒരു ചെറിയ നീഡിൽ ലഭിക്കും. ഇത്രയേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നും തന്നെ ഇനി ഇതിൻ്റെ അകത്തില്ല. നമുക്ക് ഈ ഫോണിൻ്റെ ലുക്കൊന്ന് നോക്കാം. നോക്കുക, ഒരു കയ്യിൽ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രീമിയം ലുക്ക് തന്നെയാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ IR ബ്ലാസ്റ്റർ ലഭിക്കും. ഇതുപയോഗിച്ച് നിങ്ങൾക്ക് TVയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. 3.5 mm ഹെഡ്ഫോൺ ജാക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ വോളിയം അപ്പ് ഡൗൺ ബട്ടൺ റൈറ്റ് സൈഡിലായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതിന് തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് പവർ ബട്ടൺ കാണാൻ സാധിക്കും. 2.0യുടെ USB പോർട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം. അതേപോലെ ഈ സൈഡിൽ നിന്നാണ് സിം ഇടാനുള്ള സ്ലോട്ട് നിങ്ങൾക്ക് ഓപ്പൺ ആക്കാൻ സാധിക്കും. ഞാൻ നിങ്ങളെ ഒന്ന് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഇതുപയോഗിച്ച് ഇവിടെ ഒരു ചെറിയ ഓപ്പണിങ് കാണാൻ സാധിക്കും. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിം ഇടാനുള്ള സ്ലോട്ട് ഇവിടെ ഓപ്പൺ ആയി വരും. നോക്കുക, ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇതിൽ SIM 1, SIM 2 എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. അതേപോലെ നിങ്ങൾക്ക് ഒരു മെമ്മറി കാർഡും ഒരു സിമ്മും ഇതിൽ യൂസ് ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ 2 സിം യൂസ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ആവശ്യത്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഞാനിത് വീണ്ടും ഇതിൽ തിരിച്ചിടുകയാണ്. അതിനുശേഷം ക്യാമറ ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ക്യാമറ ഞാൻ ഓപ്പൺ ആക്കുകയാണ്. നോക്കുക, ഇവിടെ 16 മെഗാപിക്സലിൻ്റെ ക്യാമറ കാണാൻ സാധിക്കും. ഡ്യുവൽ LED ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ താഴെയായിട്ട് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കാണാൻ സാധിക്കും. നോക്കുക, ഇവിടെ ഇതിൻ്റെ സാർ വാല്യൂ കൊടുത്തിട്ടുണ്ട്. 1.256 വാട്ട്/kg ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഏറ്റവും താഴെയായിട്ട് സ്പീക്കർ കാണാം. അതിന് മുകളിലായിട്ട് MIയുടെ ലോഗോ കാണാൻ സാധിക്കും. ഇത് ഗോൾഡൻ കളറിലുള്ള ഫോണാണ് ഞാൻ വാങ്ങിയത്. ഒരു നല്ല ലുക്ക് തന്നെയാണ് ഇതിന്.
നമുക്ക് സിംഗിൾ ഹാൻഡിൽ യൂസ് ചെയ്യാനാണെങ്കിൽ ഓക്കെ 5.5 ഇഞ്ച് സ്ക്രീന് ഒരു ഹാൻഡിൽ നമുക്ക് യൂസ് ചെയ്യാം. എന്നാലും ഇവിടെ ഒന്നും മുഴുവൻ ഫോണിൻ്റെ സ്ക്രീന് നമുക്ക് കവർ ചെയ്ത് ഒരു കൈ പിടിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കത്തില്ല. ഇനി നമുക്ക് ഫിംഗർ പ്രിൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. നോക്കുക, ഫിംഗർ പ്രിൻറ്റിൽ നമ്മുടെ വിരൽ കറക്റ്റായിട്ട് എത്തുന്നുണ്ട്. നോക്കുക, ഒരു നോർമൽ വലിപ്പമുള്ള കൈയാണെൻ്റെ, അതിൽ ഫിംഗർ പ്രിൻറ്റിൻ്റെ സ്കാനറിൽ കറക്റ്റ് എത്തുന്നുണ്ട്. ഇതിൽ നിങ്ങൾ ഒരു സ്ക്രീൻ കാർഡോ മറ്റോ ഉപയോഗിച്ച് യൂസ് ചെയ്തതായിരിക്കും നല്ലത്, സ്ക്രാച്ചസ് ഒന്നും വീഴാതെ. ഇതിൽ ഓൾറെഡി ഒരു സ്ക്രീൻ കാർഡ് ഉണ്ട്. ഇനി നമുക്ക് ഫോണൊന്ന് ഓണാക്കാം. ഞാനിവിടെ നിന്ന് ഇത് ഓണാക്കിയാണ്. നോക്കുക, MIയുടെ ലോഗോ ഇവിടെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. കുറച്ച് സമയം എടുക്കും ഫസ്റ്റ് ബൂട്ടിന്. ഇവിടെ ഒരുപാട് ലാംഗ്വേജുകൾ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ള ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ സാധിക്കും. മലയാളം ഇവിടെ ഉണ്ട്, അതേപോലെ ഹിന്ദി, എല്ലാ ലാംഗ്വേജുകളും ഉണ്ട്. ഞാനിവിടെ നിന്നും ഇംഗ്ലീഷ് ഇന്ത്യ എന്നുള്ളത് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യും. അതിനുശേഷം ഇവിടെ നിന്ന് ഏത് സ്ഥലമാണെന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇന്ത്യ സെലക്ട് ചെയ്യുകയാണ്, നെക്സ്റ്റ് കൊടുത്തു. ഇവിടെ നിങ്ങൾക്ക് കീബോർഡ് സെലക്ട് ചെയ്യാം. കീബോർഡ് ഇവിടെ കുറേ കീബോർഡുകളുണ്ട് ഓൾറെഡി. ഗൂഗിൾ ഇന്ത്യ കീബോർഡ് ഉണ്ട്, അതേപോലെ ഗൂഗിൾ കീബോർഡ് ഉണ്ട്. ഞാനിവിടെ നിന്നും ഗൂഗിൾ ഇന്ത്യ കീബോർഡ് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുകയാണ്. അതിനുശേഷം വൈഫൈ ഇവിടെ സെലക്ട് ചെയ്യണമെങ്കിൽ വൈഫൈ ഞാൻ ഇവിടെ വൈഫൈ സെലക്ട് ചെയ്യുകയാണ്. എൻ്റെ പാസ്വേഡ് കൊടുത്ത് വൈഫൈ കണക്ട് ചെയ്താണ്. വൈഫൈ ഇപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. ഞാനിവിടെ ഒന്നും എഗ്രി കൊടുക്കുകയാണ്. ഞാനിവിടെ സിം കാർഡ് ഇട്ടിട്ടില്ല. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുകയാണ്. ഗൂഗിൾ അക്കൗണ്ട് കൊടുക്കാനാണ് ചോദിക്കുന്നത്. ഞാനിവിടെ തൽക്കാലം ഗൂഗിൾ അക്കൗണ്ട് കൊടുക്കുന്നില്ല, നെക്സ്റ്റ് കൊടുക്കുകയാണ്. അതിനുശേഷം വീണ്ടും നെക്സ്റ്റ് കൊടുക്കുകയാണ്. ഇവിടെ MIയുടെ അക്കൗണ്ട് കൊടുക്കാനാണ് പറയുന്നത്. ഞാനിവിടെ MIയുടെ അക്കൗണ്ട് കൊടുക്കുന്നില്ല. ഞാനിവിടെ MI അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നില്ല. അതേപോലെ ഗൂഗിളിൻ്റെ അക്കൗണ്ട് ഞാനിവിടെ കൊടുക്കുന്നില്ല. ഇനി ഇവിടെ ഒന്ന് നോക്കുക, ഇവിടെ ഫിംഗർ പ്രിൻറ്റ് ആഡ് യുവർ ഫിംഗർ പ്രിൻറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഇവിടെ നെക്സ്റ്റ് കൊടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ മീഡിയം സെക്യൂരിറ്റി കൊടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ ഒരു പാറ്റേൺ കൊടുക്കണം. ഒരു പാറ്റേൺ കൊടുത്തു. അതിനുശേഷം കൺഫേം ചെയ്യുകയാണ്. കൺഫേം ചെയ്തതിന് ശേഷം ഇവിടെ ഫിംഗർ പ്രിൻറ്റ് നിങ്ങൾക്കിവിടെ ടച്ച് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ നിന്ന് ഫിംഗർ പ്രിൻറ്റ് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. 1 2 3 4 5 6 7 8 9 10 11 പ്രാവശ്യം ടച്ച് ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ ഫിംഗർ പ്രിൻറ്റ് ഇത് വർക്കായിട്ടുണ്ട്. ഓക്കെ കൊടുക്കുകയാണ്. അതിനുശേഷം ഈ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക, എഗ്രി കൊടുത്തു. ഡീഫോൾട്ടായിട്ടുള്ള തീം തന്നെ ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം വീണ്ടും ഓക്കെ കൊടുക്കുകയാണ്. അക്സെപ്റ്റ് കൊടുത്തു. ലോഡിംഗ് ആപ്സ് എന്ന് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഫോണ് ഓൺ ആയിട്ടുണ്ട്. ആപ്ലിക്കേഷനുകളെല്ലാം തന്നെ ലോഡായിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇനി നമുക്കിതിൻ്റെ ക്യാമറ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. നമുക്കിതിൻ്റെ ബ്രൈറ്റ്നെസ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ ഇവിടെ സാധിക്കും. നമുക്ക് ഇവിടെ നിന്ന് ബ്രൈറ്റ്നെസ് കൂട്ടാം, കുറയ്ക്കാം, ഫോക്കസ് ചെയ്ത് ഫോട്ടോ എടുക്കാൻ സാധിക്കും. നോക്കുക, ക്യാമറ ഇതിൻ്റെ 16 MP ക്യാമറയാണ്. MIയുടെ ക്യാമറ അത്ര മോശമായിട്ടുള്ള ക്യാമറ അല്ല നമുക്ക് ലഭിക്കുന്നത്. ഇതിൻ്റെ ക്യാമറയും നല്ല ക്യാമറയാണ്. അടുത്ത വീഡിയോയിൽ MI മാക്സിൻ്റെയും അതേപോലെ റെഡ്മി നോട്ട് 3യുടെയും ക്യാമറ കമ്പാരിസൺ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. ഇതിൽ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനുകൾ വളരെ കുറവാണ്. നമ്മൾ മറ്റ് കമ്പനികളുടെ ഫോണൊക്കെ എടുക്കുകയാണെങ്കിൽ, സാംസങ്ങിൻ്റെയും മറ്റും ഫോണാണെങ്കിൽ അതിൽ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് ഒരുപാട് ആപ്ലിക്കേഷനുകൾ വരും. എന്നാൽ ഇതിൽ പ്രീ ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻ വളരെ കുറവാണ്. നമുക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷനുകൾ മാത്രമേ ഇതിൽ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ളൂ. നമുക്കിതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ എങ്ങനെ ഉണ്ടെന്ന് നോക്കുക. നല്ല സെൻസിറ്റീവായിട്ടുള്ള ഒരു ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ്. നോക്കുക, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള ഒരുപാട് നല്ല വീഡിയോകൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കമ്പ്യൂട്ടർ, മൊബൈൽ, ടെക്നോളജി, ഇൻ്റർനെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോകളൊക്കെ കാണാൻ സാധിക്കും.
അതേപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. എല്ലാ യൂട്യൂബ് വീഡിയോകളുടെയും ലിങ്ക് നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജിൽ നിന്നും ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. പുതിയ പുതിയ അറിവുകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ലഭിക്കാനായിട്ട് നിങ്ങൾ ഈ ചാനലിൻ്റെ ലിങ്ക് ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും ഒക്കെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇതിലും നല്ല ഒരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.